ഹായ്. എക്സാജറേഷൻ ഇല്ലാത്ത റിയൽ സക്സസ് സ്റ്റോറീസും ട്രാൻസ്ഫോർമേഷൻ്റെ കഥയുമാണ് ലെവണക്സ് എപ്പോഴും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു യാത്ര നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷിജു കെ ബാലൻ, GKS ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ CEO ആയിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റോറി. തീർച്ചയായിട്ടും കോടികൾ നമുക്ക് കടം വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാം. 1 കോടി രൂപയുടെ മുകളിൽ കടമുണ്ടായിട്ട് അതിനെ വെറും 4 മാസം കൊണ്ട് എങ്ങനെ തിരിച്ചു പിടിച്ചു എന്നുള്ള റിയൽ സ്റ്റോറി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. തീർച്ചയായിട്ടും ലെവണക്സിൻ്റെ ഈ ഒരു ഡിസ്കഷനിലേക്ക് ഷിജു സാറിനെ സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യും. യെസ് ഷിജു സാർ, അപ്പോൾ വളരെ സന്തോഷമുണ്ട് സാറുമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതിൽ. നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഈ കടമുണ്ടാവുന്ന അവസ്ഥയിൽ, കാരണം ഒരു 100 കോടി രൂപയുടെ ബിസിനസ് ബിൽഡ് ചെയ്ത വ്യക്തിയാണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഓക്കെ, അവിടുന്ന് നമ്മൾ ഒരു ലോസിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഒരു ബിസിനസ് ഓണറിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു റിയലി സാറിൻ്റെ അന്നത്തെ അവസ്ഥ? ആ സമയത്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതായത് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെ നിർത്തുക എന്നുള്ളൊരു വലിയ ഇതായിരുന്നു. അപ്പം ഞാൻ തന്നെ എന്നോട് പറയും, എൻ്റെ ടീമിനോട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, പുലി പതുങ്ങുന്നത് പിന്മാറാനല്ല കുതിക്കാനാണ്. പക്ഷേ അങ്ങനെ ഓരോ വീക്കിലും അല്ലെ ഓരോ മാസത്തിൽ പറയുമ്പോഴും എനിക്ക് എവിടെയെങ്കിലും കുതിക്കണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. അതായത് നമ്മൾ കാലുറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ കാലുറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ സമയങ്ങളിലൊക്കെ എനിക്കൊരു ഇത് വന്നിട്ടുണ്ട്. എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും അതൊരു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പുറകോട്ടുള്ള പോക്ക് എനിക്ക് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഞാൻ ഒരു 20 ലക്ഷം രൂപ പോലും ടേൺ ഓവർ ഇല്ലാത്തടത്തുനിന്നാണ് നമ്മൾ കയറി 110 കോടി ടേൺ ഓവറിലേക്ക് വന്നു. അത് ഒരു ക്രൈസ് ആയപ്പം അതിനെ പിന്നെ ടേൺ ഓവർ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തു. ആ സമയത്ത് വീണ്ടും ആ ടേൺ ഓവറിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറേ പൈസകൾ നഷ്ടപ്പെട്ട് ആ ഉണ്ടാക്കിയ പൈസകൾ തീരുന്ന വരെ ഒരു 1-2 വർഷം ഉണ്ടായിരുന്നു. ആ തീർന്ന് കഴിഞ്ഞ് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഞങ്ങളുടെ നഷ്ടത്തിലേക്ക് പോകുന്ന പ്രൊഡക്റ്റുകൾ നിർത്താം. അങ്ങനെ നിർത്തി ആ പ്രൊഡക്റ്റ് നിർത്തിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും. പക്ഷേ അത് നല്ല തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് റവന്യൂ താഴേക്ക് പോകുന്നു, ഫിക്സ്ഡ് എക്സ്പെൻസ് ഒട്ടും കുറയുന്നുമില്ല. ആരെ നമ്മൾ പറഞ്ഞു വിടുവോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്തില്ല. അപ്പോൾ ആ എക്സ്പെൻസ് അങ്ങനെ നിർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ലോസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് 1,04 ലക്ഷം രൂപ ലോസിലേക്ക് ഈ വർഷം വന്നു. ആ സമയത്ത് എൻ്റെ മനസ്സൊന്ന് പതറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ 60 മേളിലുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്. അക്കൗണ്ട്സിൽ നിന്നുള്ള ആൾ വന്നിട്ട് പറയുന്നുണ്ട്, അനീഷ് എന്ന് പറയുന്നുണ്ട്, സാറേ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, അനീഷ് നമുക്ക് 2 മാസം കൂടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 6 മാസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ നോക്കുമ്പോഴാണ് ഇത്രയും നഷ്ടം നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ലെവണക്സിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി. അത് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ അവസാനമാണ്. അങ്ങനെ മാർച്ച് 2-ാം തീയതിയാണ് നമ്മൾ ലെവണക്സിലേക്ക് വരുന്നത്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് പറയേണ്ടത് ഒരു കാര്യമുണ്ട് സാർ. എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ സമയത്ത് പ്രകടിപ്പിക്കാനുണ്ട്. കാരണം ഇത്രയും നഷ്ടത്തിലേക്ക് പോയപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്, എനിക്കിതിനു മുമ്പ് കുറേ മെൻറ്റേഴ്സും അല്ലെങ്കിൽ എനിക്ക് കോച്ചസും ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് വളരെ ഇതോടുകൂടി ഓർക്കുകയാണ്. കാരണം ഇങ്ങനൊരു സമയത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നിന്നു. അപ്പോൾ ഞാനെപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളുടെ വിഷനിലേക്കുള്ളൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളെ പലപ്പോഴും എങ്ങനെ പോകണമെന്ന് അറിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്താനോ അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ ഡയറക്ഷൻ പറഞ്ഞു തരാനായിട്ടാണ് ഓരോരുത്തർ ഓരോ സമയത്ത് എത്തുക. ഈ സമയം വരെ എനിക്ക് അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാനിപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാനിപ്പോൾ അറിയിച്ചത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പം അവർ ചിലപ്പം അവരുടെ നമ്മളെ എത്തിക്കേണ്ട അവിടം വരെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം അടുത്ത ആൾ നമ്മൾക്ക് വരും. അങ്ങനെ വന്ന ഒരാളായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ലെവണക്സിനെ സാർ അന്വേഷിച്ച് വന്ന സമയത്ത് കുറേ സമയം എടുത്തിട്ട് ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കയറണം, പ്രത്യേകിച്ച് ഒരു കമ്പനി നഷ്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കോച്ചിങ് സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു ഡിസിഷനൊക്കെ ഒരാളെടുക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ തീർച്ചയായിട്ടും ഉണ്ടാവും.
അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് അന്വേഷിച്ചതിന് ശേഷമാണ് സാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പൊ നമ്മൾ ഏകദേശം 4 മാസത്തിന് മുകളിലായിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ആ ഒരു ഡിലേ സാർ ആ സമയത്ത് എടുത്തത്? അതിനുശേഷമുള്ള സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അക്കൗണ്ട്സിൻ്റെ കേസ് പറഞ്ഞില്ലേ, നമ്മൾ ഈ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഞാനൊരു 2007 മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിങ്ങിനും കോച്ചിങ്ങിനും അങ്ങനെയൊക്കെ പോകാറുണ്ട്. അവരൊക്കെ തന്നെയാണ് ഞാനൊരു സാധാ സർവീസ് എഞ്ചിനീയർ ആയിരുന്നെന്ന് ഇതിലേക്ക് വരാൻ എന്നെ സഹായിച്ചതും തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ ഒരു കുറച്ച് നാൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് ട്രെയിനിങ് അനുസരിച്ച് കൂടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് നോക്കുമ്പോഴും ഞാൻ കുറേ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നു, അതിൻ്റെ വ്യത്യാസം എന്നിലുണ്ട്. പക്ഷേ നമ്മുടെ റിസൾട്ട്, കമ്പനിയുടെ റിസൾട്ടിലേക്ക് അതായത് പെട്ടിയിൽ ക്യാഷ് വരുന്നില്ല. അതൊരു വലിയ പ്രോബ്ലമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നഷ്ടങ്ങൾ വരുന്നത്. അപ്പം ഇനി അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതുവരെ കിട്ടിയ ടൈപ്പ് ട്രെയിനിങ് അല്ല വേണ്ടത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇതുവരെ കിട്ടിയേക്കുന്ന ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് പ്രയോജനം ചെയ്തെങ്കിലും അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ടൈപ്പ് ട്രെയിനിങ് ആണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ കയ്യിൽ കുറേ ഡാറ്റകളുണ്ട്, ഞങ്ങൾക്ക് 5 വർഷത്തെ ഡാറ്റ ഞങ്ങളുടെ റെഡിയാണ്. പക്ഷേ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് ഡയറക്ഷൻ, സാർ പറഞ്ഞ ഡയറക്ഷൻ ഡാറ്റ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനും ആ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് എന്നോട് പ്രിൻസ് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടൂൾസുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടു. എനിക്ക് കുറേ ടൂൾസ് കിട്ടുന്നു. ഞാനും എൻ്റെ അക്കൗണ്ട്സിലുള്ള ആളും കൂടി ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് നമ്മൾ ഓരോരോ ടൂളുകൾ, അതിനകത്ത് എടുത്തു പറയേണ്ട കുറേ ടൂളുകളുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് അതിൽ സാർ ഇപ്പം നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലെവണക്സ് CEO ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ടൂള് സാറിലേക്ക് കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് ഒരു 2-3 ദിവസം ഒന്നും ഉറങ്ങാതെ ഇരുന്ന് അത്രയും ഡീപ്പായിട്ട് ഈ ചെറിയ കുട്ടികൾക്ക് ഒരു ടോയ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഹാപ്പിനെസ്സോട് കൂടി അത്രയും ഡെപ്തിൽ വർക്ക് ചെയ്തിട്ട് ലെവണക്സിനെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ സാറും സാറിൻ്റെ ടീമും വർക്ക് ചെയ്ത് അതിൻ്റെ ടോട്ടൽ ക്ലാരിറ്റി ലെവണക്സിലേക്ക് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ മുകളിൽ നമ്മൾ പല തരത്തിലുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുകയും ചെയ്ത ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ് സാറിന് ഉണ്ടായത്? ശരി, എൻ്റെ സംസാരത്തിൽ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സാറേ, ടോയ് കിട്ടുന്ന പോലെ എന്നല്ല എനിക്ക് ഇതിനകത്ത് പറയാൻ തോന്നുന്നത്, ഒരു 3-4 ദിവസം പട്ടിണി കഴിഞ്ഞ് കിടന്നു കഴിയുമ്പം ഒരു ഭക്ഷണം കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതേ രീതിയിലാണ് ആ ടൂള് കണ്ടപ്പം. കാരണം എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ടൂള് വന്നപ്പോൾ നമുക്കൊരു കറക്റ്റ് വിഷൻ, അതായത് ആ വിഷൻ അനുസരിച്ചിട്ടുള്ള ഡാറ്റ ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമുക്കിനി എത്ര ദൂരം പോകാനുണ്ട്, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഓരോ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യങ്ങൾ അതിനകത്തൂടെ കാണാൻ പറ്റും. ഇതായിരുന്നു ശരിക്കും ഒരു സിംഗിൾ ഡാഷ്ബോർഡ് എന്ന് പറയാം. ആ CEO ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ ആണ്. ശരിക്കും കുറേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റകൾ വന്നിട്ട് യഥാർത്ഥ ഒരു ബിസിനസ്സുകാരന് വേണ്ട, യഥാർത്ഥ ബിസിനസ്സുകാരനല്ല, ഒരു ബിസിനസ്സുകാരന് വേണ്ട യഥാർത്ഥ റിപ്പോർട്ടാണത്. യെസ്, ഇതിൽ എന്താണ് പലപ്പോഴും ഞാൻ ഒരു 11 വർഷം ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പിന്നീടാണ് ലെവണക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 വർഷം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പാറ്റേണിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ടൂൾസുകളൊക്കെ ആ പണ്ടത്തെ മൈൻഡ് സെറ്റിലാണെങ്കിൽ പല ട്രെയിനേഴ്സും എൻ്റെ ടൂള് ബാക്കിയുള്ള ആളുകൾ എടുത്തിട്ട് പോവുമോ, അല്ലെങ്കിൽ ഇത് എൻ്റെ പ്രസൻറ്റേഷൻ എടുത്തിട്ട് പോകുമോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിലൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ലെവണക്സിനെ സംബന്ധിച്ചിടത്തോളം സാറിന് അറിയാം, എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെല്ലാ ആളുകൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ ടൂളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിങ്ങും മാനേജ്മെൻറ്റിൻ്റെ ഒരു കോംബോയും വർക്ക് ചെയ്തിട്ട് ആണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും സാറിന് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് GKS ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? സാർ, ഈ CEO ഡാഷ്ബോർഡിലേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറയാണ്, സാർ എടുത്തത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അങ്ങോട്ട് എടുത്ത് കൊണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയാലും അതങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് നമുക്ക് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും അത് പറ്റില്ല. കാരണം അതിനൊരു പ്രോപ്പർ കോച്ചിങ് എന്തായാലും വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം. കോച്ചിങ് നല്ല ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ആ CEO ഡാഷ്ബോർഡിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ ടൂളുകളിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് CEO ഡാഷ്ബോർഡ് വരുന്നത്. ഞങ്ങൾ CEO ഡാഷ്ബോർഡിലേക്ക് ഒരു 3 ആഴ്ച കൊണ്ട് എത്തുന്നത്. അത് വളരെ സ്പീഡാണെന്ന് സാറ് പറഞ്ഞെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഈ CEO ഡാഷ്ബോർഡിൽ എത്തുന്നതിന് മുമ്പ് എംപ്ലോയർ റാങ്കിങ് ഷീറ്റ് ഉണ്ടായിരുന്നു, ക്രിട്ടിക്കൽ നമ്പർ ഇതുണ്ട്, അങ്ങനെ കുറേ ടൂളുകൾ നമ്മൾ എടുത്തിട്ട് അതിനകത്ത് ഡാറ്റ ഫില്ല് ചെയ്ത് സ്ട്രാറ്റജി പ്ലേ ബുക്ക് എടുത്തു പറയേണ്ടതാണ്. മറ്റ് ട്രാക്കർ ഷീറ്റിൽ എനിക്കറിയില്ല ഒരു 10-30ഓളം ഉണ്ട്. അതിനകത്ത് ഒരു 6-7 ടൂള് നമ്മൾ അതിനകത്ത് ഡാറ്റ ഇട്ട് അതിനകത്തെ ഡാറ്റയിൽ നിന്നാണ് നമ്മൾ CEO ഡാഷ്ബോർഡിലേക്ക് വരുന്നത്. ഈ ആളുകൾ പലപ്പോഴും ഈ ലെവണക്സ് സിസ്റ്റം എന്ന് പറയുന്നത് സാറിന് അറിയുന്ന പോലെ തന്നെ
കുറച്ച് എഫേർട്സ് എടുക്കണം എന്നുള്ള ഒരു തോട്ടിലാണ് വരിക. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ എഫേർട്സ് കുറച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഗനൈസേഷനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 മാസത്തെ എക്സ്പീരിയൻസിൽ സാറിനെ സംബന്ധിച്ച് ഈ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയതിൽ സാർ എടുത്തിട്ടുള്ള മേജർ സ്റ്റെപ്പ് എന്തായിരുന്നു? സാർ അതിനകത്ത് നമ്മളിപ്പം അതിനകത്ത് എഫേർട്ട് കൂടുതലാണെന്നൊരു സംഭവമാണല്ലോ സാറ് പറഞ്ഞു തന്നത്. അത് ഞാൻ ചോദിക്കണം, നമ്മളുടെ പണി ആരാ പിന്നെ ചെയ്യുക? ശരിക്കും ഒരു CEO ചെയ്യേണ്ട വർക്ക് ഈ കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതുകൊണ്ടാണ് എനിക്ക് എഫേർട്ട് കൂടിയത്. കറക്റ്റ്. പക്ഷേ ഇപ്പം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ, അതായത് നെക്സ്റ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഈ ഡാറ്റ, അതായത് ടാർഗറ്റും ഒരു ഫിനാൻഷ്യലിൻ്റെ ടാർഗറ്റ് മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് 2 മണിക്കൂറേ വന്നുള്ളൂ. ഓക്കെ. കഴിഞ്ഞ ഈ CEO ഡാഷ്ബോർഡിലേക്ക് ആ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ 3 ദിവസമൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ 3 ആഴ്ചയ്ക്ക് മുകളിൽ രാത്രി 12 മണിക്കൊക്കെയാണ് ഞാനും എൻ്റെ ടീമും പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 4-5 പേരെൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇട്ട എഫേർട്ടിന് കയ്യും കണക്കില്ല. പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, അത് ഞാൻ കുറച്ച് നാളായിട്ട് ഇടാതിരുന്ന എൻ്റെ വർക്ക് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാതിരുന്നതിൻ്റെ കുഴപ്പമല്ലേ? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. യെസ്. ഇതിൽ ഇപ്പോൾ സാറുമായിട്ട് ഇന്നിപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ 2-3 തവണ സാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളൊരു വേർഡ് എന്ന് പറയുന്നത് വിഷൻ എന്ന് സാറ് പറഞ്ഞു. കാരണം ഈ വൈ ഫാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. കാരണം ഒരു ഒറ്റ ദിവസം കൊണ്ടൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെയും ആ റിയൽ പർപ്പസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് സാറ് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ഡീപ്പ് വൈ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 1. 2, സാറിന് അറിയാവുന്നത് പോലെ തന്നെ ലെവണക്സ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് സാറ് സെലക്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ സാറിൻ്റെ ആ ഒരു വൈ ഫാക്ടറിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഓക്കെ. അതിൻ്റെ അകത്ത് ഒരു റിയൽ കോസും ഉണ്ട്. അതൊന്ന് സാർ ഒന്ന് പറയാമോ? സാർ, അതിനൊരു 20 വർഷത്തെ ഇതുണ്ട്. എൻ്റെ മോനുമായിട്ടത് കണക്റ്റഡാണ്. പക്ഷെ അന്ന് എനിക്കത് അറിയില്ലായിരുന്നു. ഞാനത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ചൈൽഡാണ്. അവന് ഡൗൺ സിൻഡ്രോം ഉണ്ട്. പക്ഷെ അവൻ വളരെ ആക്റ്റീവാണ്. വളരെ ഇതായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ആ മോൻ അങ്ങനെ ഞങ്ങൾക്കുണ്ടാകാനുള്ള റീസൺ, ഞങ്ങൾ മെഡിക്കലി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാനായിട്ടുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ചെക്ക് ചെയ്തു. പക്ഷേ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമെന്ന് അന്നും എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്. ഞാനങ്ങനെ ഒരു 6.5 വർഷത്തോളം അതിങ്ങനെ എൻ്റെ മനസ്സിൽ എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഞങ്ങൾ നന്നായിട്ട് തന്നെ അവനെ നോക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു 6.5 വർഷമായപ്പോൾ ഞാൻ ആലോചിച്ചു, ഇന്ന ചില എൻ്റെ ചെറിയ രീതിയിൽ എടുത്തിട്ട് ഇന്നതായിരിക്കും. ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2022 ഒക്ടോബർ 22-ാം തീയതിയാണ് ഞങ്ങളുടെ 20th ഇയർ സെലിബ്രേഷൻ ക്രൗൺ പ്ലാസ വെച്ച് നടക്കുന്നു. അന്നത് വളരെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം ഒരു 6-7 ദിവസം ഇല്ല, എനിക്കൊന്ന് 28-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഞാൻ നമ്മുടെ മുതുകാട് സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. സാർ എന്തുകൊണ്ടാണ് മാജിക് പ്ലാനറ്റ് തുടങ്ങാൻ റീസൺ. ഞാനിങ്ങനെ രാത്രി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പറയുന്ന കാസർഗോഡ് വെച്ച് അദ്ദേഹം ഒരു പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിൽ എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ബിരിയാണി കൊടുത്തു. അപ്പോൾ സാറിനറിയില്ല, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡോസൾഫാൻ്റെ ഒക്കെയുള്ള, അപ്പോൾ അങ്ങനത്തെ കുട്ടികളും അമ്മമാരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. ഇത് എല്ലാവരും ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹം കഴിക്കാനായിട്ട് എടുത്തു. നോക്കുമ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ അമ്മയുടെ മടി ഇരുന്നിട്ട് തല കൊണ്ട് ഇങ്ങനെ ബിരിയാണി കഴിക്കാനുള്ള ഇങ്ങനെ ഇതാകുന്നുണ്ട്. അപ്പോൾ അമ്മ ഇട്ട് കൊടുക്കുന്നുമില്ല. അപ്പോൾ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താ അമ്മ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പം അവരിങ്ങനെ പറഞ്ഞിട്ട്, എൻ്റെ മോന് ചവയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതൊരു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബിരിയാണി താഴെ പോയെന്ന് അറിഞ്ഞു. അത് തിരിച്ചു വന്നിട്ട് തീരുമാനിച്ചു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു തുടങ്ങാൻ പറഞ്ഞിട്ട്. ഇത് കണ്ടു കഴിഞ്ഞതും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഇത് കയറി വന്നു. കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് എൻ്റെ മോൻ ജനിച്ചതെന്ന് ഞാൻ കുറേ നാളുകളായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു ആൻസർ എനിക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ, സാറിന് അറിയാൻ പറ്റില്ലായിരിക്കും, കാരണം സാറിന് അങ്ങനെ ഒരു മോനില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ, അതായത് അങ്ങനെ ഒരു മോനുള്ളതുകൊണ്ട് അതിനെപ്പോലുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷമം ഞങ്ങളുടെ കാലശേഷം ഇവരെങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ഇതാണ്. കാരണം ഞങ്ങളത് പുറത്ത് പ്രകടിപ്പിക്കാറില്ലായിരിക്കാം. പക്ഷേ ഓക്കെ, അവനൊരു അനിയനുണ്ട്, പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും ഇവർക്കൊരു ഇൻകം സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്യണം. അല്ലേ അങ്ങനെയുള്ള കുട്ടികൾക്കോ അല്ലെ അങ്ങനെയുള്ള കുട്ടികളുണ്ടായതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത മാതാപിതാക്കളുണ്ട്. എൻ്റെ മോൻ്റെ ഇത് കേസിൽ എനിക്ക് ഉറപ്പായിട്ട് ജോലിക്ക് പോകാൻ, അവന് വളരെ എല്ലാ കാര്യം സ്വന്തമായിട്ട് ചെയ്തോളും. പക്ഷേ അല്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം വേണം.
അപ്പോൾ ഈ വരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അത് നടക്കുമോ എന്ന് കേട്ടിട്ടാണ് നമ്മൾ ഓൺസൈറ്റർ, അതിൻ്റെ ആദ്യത്തെ പേര് ഓൺലൈൻ മാജിക് എന്നായിരുന്നു. ഓക്കെ. അതിനെ പിന്നെ അത് ഓൺസൈറ്റർ എന്നായി. പക്ഷെ അതിനുവേണ്ടി ഏകദേശം എൻ്റെ കയ്യിൽ 2-3 കോടി രൂപയോളം ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ എങ്ങും എത്തിയില്ല. അങ്ങനെയാണ് എനിക്ക് കുറേ പൈസകൾ വന്നതും പിന്നെ അതിൻ്റെ കൂടെ ബിസിനസ് കുറേയൊക്കെ ചെയ്തപ്പോഴാണ് ഈ നഷ്ടങ്ങളൊക്കെ വന്നത്. പക്ഷേ എൻ്റെ എന്നോട് ഒരു സമയത്ത് എൻ്റെ വൈഫ് ചോദിച്ചു, വിദ്യ ചേട്ടാ നമുക്ക് ഈ ഇത് വേണോ, കുറച്ച് ഓൺസൈറ്റ് ഓൺലൈൻ മാജിക്ക് അത് വേണോ? അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ് ആ സ്ഥലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചേടി എവിടെ വെച്ച് അത് ചോദിച്ചതെന്ന് ഓർമ്മയുണ്ടെന്ന്. അവളെന്നോട് ഞാൻ പാലത്തിൻ്റെ അവിടെ ഒരു ഞാൻ പറഞ്ഞു അതെ. ഞാൻ പറഞ്ഞു ഇതില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം എന്തിനാണ് പർപ്പസ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ഞാൻ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഇത് വേണമല്ലോ, പുതിയതായിട്ട് മുന്നോട്ട് ഓടണമെങ്കിൽ. അപ്പോൾ അതിതാണ് അതല്ലെങ്കിൽ അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ. അതായത് ഈ പറയുന്ന ചലഞ്ചസ് ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇൻകം ജനറേറ്റ്, ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സാറിന്റെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു വിഷൻ സാറിനെ ഇത്രയും ഡീപ്പായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലും ആ വിഷനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാറിന് പറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ കമ്പനി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന പല ബിസിനസ് ഓണേഴ്സും നമ്മളുടെ മലയാളികളുടെ ഇടയിൽ ഇവിടെ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ബിസിനസ് ഓണേഴ്സിനോട് സാറിന് എന്താണ് യഥാർത്ഥത്തിൽ കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് അല്ല, ബിസിനസ് എന്തിനു വേണ്ടി അതിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതിന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ 24 വർഷം കൊണ്ടാണ് സാറ് എനിക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത്. ഞാൻ പറഞ്ഞത് അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നമ്മളുടെ ടൈമാണ് മണി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമ്മൾ സ്വന്തമായിട്ട് അത് കണ്ടുപിടിച്ച് വരുന്നതിന് പകരം ഞാൻ ഇപ്പം 11X ചേരാനായിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ആരോടും അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള മെൻറ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തണം, അല്ലെ കോച്ചസിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ ആ സ്പീഡ് ഓഫ് ഇത് കൂട്ടാനായിട്ട് അത് വളരെ ഇതാണ്. അതിനകത്ത് ഞാനിപ്പോൾ കണ്ടേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഇത് 11X ആണ്. അതുകൊണ്ട് ഞാൻ 11Xൻ്റെ കൂടെ നിൽക്കുന്നു. അല്ലാതെ ഞാൻ 11Xന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതല്ല. എങ്കിലും ഞാൻ അല്ല സാറിപ്പം ഇത് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഷിജു സാറിനെ കുറിച്ച് ഓർമ്മ പറയുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത്, സാർ എപ്പോഴും ഈ ശ്രീകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ അർജുനൻ്റെയും സ്റ്റോറി വെച്ചിട്ടാണ് ഈ ലൈഫിലെ പല കാര്യങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനെ ഈ പുരാണങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ഇത്തരത്തിലുള്ള ബുക്സും സ്റ്റോറീസും ഒക്കെ ഡീപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സാറ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏത് ഫേസിലാണ് ലൈഫിൻ്റെ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ സാർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ലാസ്റ്റ് ലാപ്പില്ലേ നമ്മുടെ യുദ്ധം ജയിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഫീൽ, അത് ശരിക്കും ഒരു വാരിയർ അല്ലെങ്കിൽ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫൈറ്ററായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ അഗ്രസീവ് മോഡ് ഉണർന്ന് നിൽക്കുകയാണ്. അതായത് അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സാർ എപ്പോഴും പറയുന്ന ഇതുണ്ട് ജയൻ വീലിൻ്റെ കേസ്. ഈ ജയൻ വീല് ഞാനത് എനിക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊന്ന് 2-3 തവണ ഇപ്പോൾ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ടീമിനോടും പറയാറുണ്ട്. അത് കറങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അതിൻ്റെ മൊമെൻറ്റം സ്പീഡിലെത്താൻ. ഇതേപോലെ തന്നെ ആ സ്പീഡ് കുറഞ്ഞു കഴിയുമ്പോഴും അത് നിൽക്കാനും കുറേ ടൈം എടുക്കാറുണ്ട്, പെട്ടെന്ന് നിൽക്കില്ല. എൻ്റെ കേസിൽ സാറേ ഞാൻ ആ സ്പീഡിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2022 ആയപ്പോൾ നല്ല സ്പീഡിലെത്തി. പക്ഷെ അത് പൊട്ടി, അത് നിന്നെന്നല്ല, അത് പറഞ്ഞ് എൻ്റെ ഷാഫ്റ്റിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഒരു 4 വർഷം കൊണ്ട് തിരിച്ച് ഈ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ 11X വരുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ജയൻ വീല് ഒന്ന് കറങ്ങി 1-2 തവണ കറങ്ങി ആ മൊമെൻറ്റത്തിലേക്ക് എത്തുകയാണ്. അത് ഒരു രീതിയിൽ പറഞ്ഞ്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയൽ യുദ്ധം അതായത് ഞങ്ങൾ നടത്തുന്ന യുദ്ധം ചിലപ്പോൾ എന്നിലുള്ള സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ പാർട്ടെക്സിനോട് തന്നെയാണ്. എനിക്കിപ്പം രാവിലെ ഞാനിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്താണ് 11X എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എൻ്റെ ടാർഗറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി എനിക്ക് ഓഫീസിൽ പോകാനുള്ള എനർജി തരുന്ന ഇതാണ് 11X എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇത്രയും ഒരു 11X ഫൈറ്ററായിട്ട് ജീവിക്കുന്ന ഷിജു സാറിനും ടീമിനും സാറിൻ്റെ ഒരു വലിയ ഒരു കോസ്, ഒരു റിയൽ റീസൺ, വൈ ഫാക്ടറും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 11X സിസ്റ്റം എപ്പോഴും സാറിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. പുതിയൊരു ഫൈനാൻഷ്യൽ ഇയർ വരാൻ പോവാണ്. നമ്മൾ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ടാർഗറ്റും അതിൻ്റെ മുകളിലും അച്ചീവ് ചെയ്ത് വരാനിരിക്കുന്ന നമ്മളുടെ ജൂലൈ 1 നടക്കാൻ പോകുന്ന 11X ഗ്രോത്ത് റെവല്യൂഷൻ 2026 ഒരു അച്ചീവറായിട്ട് സാറിനും ടീമിനും വന്നിരിക്കാനും
ആസ്വദിക്കാനും പറ്റട്ടെ. സാർ ഒരു കാര്യം കൂടെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു ഈ കൃഷ്ണൻ്റെയും അർജുൻ്റെയും കാര്യം. അപ്പോൾ അതിനകത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ കൊച്ചച്ഛന് ആണ് കഥ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അല്ലാതുള്ള അതിലൊക്കത്തൊക്കെ പുരാണ കഥകൾ വായിക്കുമായിരുന്നു. അപ്പം ശരിക്കും മഹാഭാരത യുദ്ധം നടക്കുമ്പം അവർക്ക് ശരിക്കും അർജുനൻ ഒരു അമ്പും വില്ലും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പകച്ചു നിൽക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് ഭഗവത്ഗീത ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇതേ രീതിയിൽ അർജുനനെ യുദ്ധത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ചെയ്യുന്നത് മൊത്തം ഇതാണ് എന്ന രീതിയിലാണ് എനിക്ക് സാറിനെ തോന്നിയിട്ടുള്ളത്. സാറ് ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തെന്നില്ല. ഞങ്ങളെ, അതായത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ മീൻ പിടിക്കാനല്ല, മീൻ പിടിച്ച് തരികയല്ല ചെയ്യുന്നത്, പിടിക്കാനാണെന്ന് പറയും. ഇതേ രീതിയിൽ നമ്മളെ ശരിക്കും നേരായ ദിശയിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് പലപ്പോഴും എൻ്റെ കഥകൾ. ആക്ച്വലി അങ്ങനെയല്ല, ഗെയിം യഥാർത്ഥത്തിൽ നമ്മളൊരു ടൂളായിട്ട് നിൽക്കുന്നു. അതിൽ ഒരുപാട് വിസ്ഡം ഈ ലോകത്തുണ്ട്. പല ഗുരുക്കന്മാരും സാറ് പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ശ്രീകൃഷ്ണന്മാരുള്ളത് കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ടോട്ടലി കമ്മിറ്റഡ് ആയിട്ട് സറണ്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ ആ വിസ്ഡം നമ്മളുടെ $1 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്ന ആ ഒരു റിയൽ മിഷനിലേക്ക് ഡ്രൈവ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം നമുക്ക് ഇത്രയും ഡിസ്കഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുള്ള സന്തോഷം അറിയിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.